ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദിനിയെ ഉമാദേവി അമ്മ കൊണ്ടുവന്നതോടുകൂടി പത്മ അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ വിജയനും ഇന്ദ്രജയും പറയാണ്, ഇവൾ മരിച്ചാലും ഇവൾ ഉയർത്തെഴുന്നേറ്റ് വരുന്ന ആളാണല്ലോ എന്നൊക്കെ പരസ്പരം പറയുകയാണ്. അങ്ങനെ ആർക്കു തന്നെയും നന്ദിനി തിരിച്ചെത്തിയത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ സൂര്യയും യതീന്ദ്രനും ഒരുപാട് സന്തോഷിക്കുകയാണ്. അങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ സുമംഗലിയായിട്ടുള്ളവരുടെ താലികെട്ട് ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നന്ദിനി അവിടെ നിൽക്കാതിരിക്കാൻ വേണ്ടി പത്മ കണ്ണുകൊണ്ട് ആരും കാണാതെ നന്ദിനിയോട് അവിടെ നിന്നും പോവാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ നന്ദിനി ആരും കാണാതെ അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങ് മാറിപ്പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും തന്നെ ആരുടെയും ശ്രദ്ധയിൽപ്പെടുന്നില്ല. അങ്ങനെ യതീന്ദ്രനെയും പത്മയെയും മേനി വിളിച്ച് അവരുടെ ചടങ്ങ് നടത്തുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദിനി അവിടെ നിന്നും പോവുകയാണ്. അവരുടെ ചടങ്ങ് കഴിഞ്ഞപ്പോൾ പിന്നെ വിജയനെയും ഇന്ദ്രജിയാണ് വിളിക്കുന്നത്. അങ്ങനെ ഇന്ദ്രജയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കാൻ വിജയന്റെ കൈക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പത്മയാണ് സഹായിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ പത്മ പറയാണ്, ഉമാദേവി അമ്മയോട് നന്ദി പറയുകയാണ്. ഞാൻ വിളിച്ചപ്പോൾ അമ്മ ഇവിടേക്ക് വന്നല്ലോ, അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ അമ്മ വന്നല്ലോ, അമ്മയോട് നന്ദി പറഞ്ഞാലൊന്നും മതിയാവില്ല എന്ന് പറഞ്ഞ് ഉമാദേവി അമ്മയെ പത്മ പുകഴ്ത്തിയിട്ട് സ്നേഹത്തോടു കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ഉമാദേവി അമ്മ പറയാണ്, ഇതിലൊക്കെ എന്തിരിക്കുന്നു പത്മ, നീ എന്തിനാണ് എന്നോട് നന്ദിയൊക്കെ പറയുന്നത്? ഇങ്ങനെയുള്ള ചടങ്ങിലേക്ക് വരുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ പത്മ പറയാണ്, അല്ല, ചടങ്ങിലേക്ക് ക്ഷണിച്ചപ്പോൾ അമ്മ വരാൻ വേണ്ടി കാണിച്ച ആ മനസ്സുണ്ടല്ലോ, അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. അമ്മയുടെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഞാനിവിടേക്ക് വിളിച്ചപ്പോൾ അമ്മ വന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ അത് വിട്. അല്ല, ഈ ചടങ്ങുകളൊക്കെ ഇപ്പോൾ എല്ലാവരുടെയും കഴിഞ്ഞില്ലേ എന്ന് ഉമാദേവി അമ്മ ചോദിക്കുമ്പോൾ പത്മ പറയണേ, ആ കഴിഞ്ഞു, എല്ലാവരുടെയും കഴിഞ്ഞു. അപ്പോൾ ഉമാദേവി അമ്മ പറയണേ, പത്മേ, നീ വീണ്ടും വീണ്ടും നിന്റെ ദേഷ്യം, നിന്റെ മരുമകളോടുള്ള ദേഷ്യം നീ വീണ്ടും വീണ്ടും കാണിക്കുന്നു. നന്ദിനിക്ക് സൂര്യ താലി കെട്ടിക്കൊടുത്തില്ലല്ലോ, അത് നീ മറന്നതുപോലെയാണല്ലോ സംസാരിച്ചത്. നീ എന്താ അതിനെക്കുറിച്ച് പറയാത്തത്? ഞാൻ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ പത്മയ്ക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ മിണ്ടാതെ നിൽക്കാൻ കേട്ടോ. അപ്പോൾ വിജയനും ഇന്ദ്രജയും പറയണ, ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല അമ്മയ്ക്ക് ഈ ഉമാദേവി അമ്മയെ വിളിക്കാൻ. ഇനിയിപ്പോൾ അവളുടെ കഴുത്തിൽ സൂര്യ വീണ്ടും താലി കെട്ടുന്നത് നമുക്ക് എല്ലാവർക്കും കാണേണ്ടി വരുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഉമാദേവി അമ്മ പറയണേ, നിനക്ക് നന്ദിനിയോട് എന്ത് ദേഷ്യമുണ്ടെങ്കിലും ഈ സമയത്ത് അതൊന്നും കാണിക്കരുത്, അതൊന്നും നല്ലതല്ല എന്ന് പറഞ്ഞപ്പോൾ പത്മ പറയണ, അത് പിന്നെ അമ്മയെന്ന് പറഞ്ഞപ്പോൾ നീ ഒന്നും പറയണ്ട. സൂര്യ നന്ദിനിയുടെ കഴുത്തിൽ താലി കെട്ടിട്ട് നന്ദിനി എന്നങ്ങ് പറഞ്ഞു വിളിക്കുമ്പോഴാണ് നന്ദിനി അവിടെ ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാകുന്നത്. അപ്പോൾ ഉമാദേവി അമ്മ സൂര്യയോട് ചോദിക്കുകയാണ്, അല്ല സൂര്യ, നിന്റെ ഭാര്യ നന്ദിനി എവിടെ? അപ്പോഴാണ് സൂര്യ നന്ദിനിയെ നോക്കുന്നത്. അപ്പോൾ നന്ദിനിയെ കാണുന്നില്ല. അത് പിന്നെ അമ്മ, ഇവിടെ ഉണ്ടാവും, നന്ദിനി ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് നന്ദിനിയെ അവിടെയൊക്കെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴൊന്നും നന്ദിനി വിളി കേൾക്കുന്നില്ല. അപ്പോൾ സൂര്യ പിന്നെ വീട് മൊത്തത്തിൽ തിരയാൻ വേണ്ടി നോക്കുകയാണ്. എന്നിട്ട് റൂമിലേക്കൊക്കെ പോയി നോക്കുകയാണ്. അപ്പോൾ യതീന്ദ്രനും അവിടെയൊക്കെ നോക്കുകയാണ്. അപ്പോൾ യതീന്ദ്രൻ ഇന്ദ്രജിയോട് പറയണേ, നീയും ഒന്ന് തിരഞ്ഞു നോക്ക് നന്ദിനി ഇവിടെ ഉണ്ടോ എന്ന്. ഞാനോ അച്ഛാ, എന്താ നിന്നോട് പറഞ്ഞേ കേൾക്കില്ലേ, നീ പോയി തിരഞ്ഞു നോക്ക് എന്ന് പറയട്ടോ. അങ്ങനെ വിജയനും ഇന്ദ്രജിയും ഒക്കെ അവിടെയൊക്കെ തിരഞ്ഞു നോക്കുകയാണ്. അപ്പോൾ പത്മ, നിങ്ങൾ എത്ര തിരഞ്ഞിട്ടും കാര്യമില്ല, അവളോട് ഞാനാണ് മാറി നിൽക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ അവിടെ എല്ലായിടത്തും യതീന്ദ്രനും വിജയനും ഇന്ദ്രജിയും സൂര്യയും ഒക്കെ നോക്കുകയാണ്. അപ്പോഴൊന്നും നന്ദിനി അവിടെ കാണുന്നില്ല. അപ്പോൾ ഉമാദേവി അമ്മ പത്മയോട് പറയണേ, ഇത്രയും നേരമല്ലേ നന്ദിനി ഇവിടെ ഉണ്ടായിരുന്നത്, ഇപ്പോൾ പെട്ടെന്ന് എവിടേക്കാണ് നന്ദിനി പോയത്? അപ്പോൾ ഇന്ദ്രജ പറയണ, അവൾക്ക് ഇത് തന്നെയാണ് അമ്മയെ പണി, അവൾ ഇതേപോലെ പലയിടങ്ങളിലും വെച്ച് കാണാതാവും, പെട്ടെന്ന് അങ്ങ് കാണാതാവും, എന്നിട്ട് പിന്നെ ഇവിടെയുള്ളവരൊക്കെ തേടി പിടിച്ച് കണ്ടുപിടിച്ചുകൊണ്ട് വരണം. അപ്പോൾ ഉമാദേവി അമ്മ ചോദിക്കുകയാണ്, അങ്ങനെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുണ്ടോ? ആ ഉണ്ടോ, ഒന്നോ രണ്ടോ തവണയല്ല, നിരവധി തവണയായി ഇത് സംഭവിക്കുന്നു എന്ന് വിജയൻ പറയാണ്. അത് ശരി, അപ്പോൾ ഇതൊരു വലിയ പ്രശ്നം തന്നെയാണല്ലോ, അപ്പോൾ അവളോടൊന്ന് സംസാരിക്കണം എന്ന് ഉമാദേവി അമ്മ പറയണേ. എന്നിട്ട് ഇന്ദ്രജിയോട് പറയണേ, അല്ല നീ എന്താ നന്ദിനിയെ തിരയുന്നില്ലേ, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? അതിന് ഞങ്ങൾ ആരും അവളോട് പോവാൻ പറഞ്ഞിട്ടില്ലല്ലോ, പോവാൻ അറിയുന്നവൾക്ക് തന്നെ തിരിച്ചു വരാനും അറിയുമല്ലോ, അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് ഉമാദേവി അമ്മ ചോദിക്കുമ്പോൾ ഇന്ദ്രജയും വിജയനും അങ്ങ് പതറുകയാണ്. നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിങ്ങളെ വീട്ടിലെ ഒരു അംഗം തന്നെയല്ലേ, സൂര്യയുടെ ഭാര്യയല്ലേ, എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പത്മ, ഇവരൊക്കെ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇവർ സംസാരിക്കുന്നത് കേട്ടിട്ട് നീ ഒന്ന് എതിർക്കുന്നത് പോലും ഇല്ലല്ലോ. അത് പിന്നെ അമ്മേ എന്ന് പറഞ്ഞ് പത്മ അങ്ങ് പതറുകയാണ്. എന്നിട്ട് ഇന്ദ്രജയോട് പറയണേ, നീ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ ഇന്ദ്രജ? അവർ വെറുതെ പറയുന്നതാണ് അമ്മ, ഇതൊന്നും കാര്യമാക്കണ്ട. അപ്പോഴാണ് സൂര്യ ഇങ്ങനെ നന്ദിനി എന്ന് പറഞ്ഞ് വിളിക്കുന്നത് വിജയൻ കേൾക്കുന്നത്. അങ്ങനെ വിജയനും അവരുടെ അടുത്തേക്ക് ചെല്ലാൻ കേട്ടോ. എന്നിട്ട് യതീന്ദ്രനും വിജയനും ഒക്കെ അവിടെ വീട് മൊത്തത്തിൽ തിരഞ്ഞു നോക്കുമ്പോഴും നന്ദിനിയെ കാണുന്നില്ല. അങ്ങനെ സൂര്യ പറയണ, അല്ല അച്ഛാ, ഔട്ട് ഹൗസിൽ നോക്കിയിട്ടില്ലല്ലോ, അവിടെ ഉണ്ടോ എന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഔട്ട് ഹൗസിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട്
പറഞ്ഞിട്ട് അവിടുത്തെ കതക് തുറന്നു നോക്കുന്ന സമയത്ത് അത് തുറക്കാൻ കഴിയുന്നില്ല, ഉള്ളിൽ നിന്ന് കുറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ സൂര്യയ്ക്ക് കാര്യം മനസ്സിലാവാണ് ഇതിനകത്ത് ആളുണ്ട് എന്ന്. അപ്പോൾ യതീന്ദ്രനോട് ചോദിക്കണം, അല്ല അച്ഛാ ഇവിടെ ഏതെങ്കിലും പണിക്കാരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇവിടെ ആരുമില്ല എന്ന് പറയട്ടോ. അങ്ങനെ നന്ദിനിയാണ് അതിനകത്തുള്ളത് എന്നുള്ളത് സൂര്യയ്ക്ക് മനസ്സിലാവാണ്. അങ്ങനെ സൂര്യ തട്ടി വിളിക്കുകയാണ്, നന്ദിനി നീ ഈ കതക് തുറക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞാനിത് ചവിട്ടി പൊളിക്കും എന്ന് പറയണം. അങ്ങനെ നന്ദിനി എണീറ്റ് വന്ന് കതക് തുറന്നു കൊടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നന്ദിനി നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്, എന്തിനാണ് പെട്ടെന്ന് അവിടെ നിന്നും നീ ഇവിടേക്ക് വന്നത്, എന്താണ് കാര്യം, ഇത്രയും പേര് അവിടെ ഉണ്ടായിട്ടും നീ എന്തിനാണ് അവിടെ നിന്നും ആരും കാണാതെ ഇവിടെ വന്നിരിക്കുന്നത്, നീ വാ എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് നന്ദിനിയുടെ കൈ പിടിച്ചുകൊണ്ട് സൂര്യ പുറത്തേക്ക് ഇറങ്ങണ. സൂര്യയും യതീന്ദ്രനും വിജയനും അപ്പോഴത്തേക്കും അവിടേക്ക് പത്മയും ഉമാദേവി അമ്മയും ഇന്ദ്രജയും കൂടി വരികയാണ്. അപ്പോൾ ഉമാദേവി അമ്മ ചോദിക്കുകയാണ്, അത് ശരി നന്ദിനി ഇവിടെ ഇരിക്കായിരുന്നു, അതെ ഇവിടെ ഉണ്ടായിരുന്നു, നീ എന്തിനാ നന്ദിനി ഇവിടെ വന്നിരിക്കുന്നത്, അത്രയും പേര് അവിടെ ഉണ്ടായിട്ടും നീ മാത്രം അത് തനിച്ച് ഇവിടേക്ക് വന്നത്, ഞാൻ നിന്നെ ഇങ്ങനെയൊന്നുമല്ല കരുതിയത്, നിനക്ക് എല്ലാ ഗുണങ്ങളും ഉണ്ട്, എല്ലാ ബുദ്ധിയും എല്ലാം ഉണ്ട്, പക്ഷെ നീ എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഇതിൽ നിന്നും ഞാൻ ഇങ്ങനെ ഒരു പെരുമാറ്റം പ്രതീക്ഷിച്ചില്ല, നീയും നിന്റെ അമ്മായി അമ്മയും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും, പക്ഷേ അതെന്താണെന്നുള്ളതോ ഏതാണെന്നുള്ളതോ ഒന്നും എനിക്കറിയില്ല, എനിക്കിനി അത് അറിയാനും താല്പര്യമില്ല, അപ്പോൾ എന്തായാലും ഇവിടെ നല്ലൊരു കാര്യമാണ് നടക്കുന്നത്, അതിൽ നിന്നും നീ ഒഴിഞ്ഞു നിൽക്കുന്നത് ശരിയല്ല, നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനിയെയും കൂട്ടി എല്ലാവരും അവിടെ നിന്നും ഈ ചടങ്ങ് നടക്കുന്ന സുമംഗലി പൂജ നടക്കുന്ന ആ ഭാഗത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോഴേക്ക് നന്ദിനി ഒന്നും മിണ്ടാതെയാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇന്ദ്രജ പറയണ, കണ്ടില്ലേ ഇതൊക്കെ ഇവളുടെ വെറും അഭിനയമാണ്, അവിടെ തന്നെ അവൾ നിന്നാൽ അവളെ അങ്ങനെ ആരും മതിക്കുകയോ ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുകയോ ഒന്നുമില്ലല്ലോ, ഇതിപ്പോൾ എല്ലാവരും കൂടി ഇവളെ കാണാതായപ്പോൾ തേടി പിടിച്ച് വന്ന് ഇവളെ അങ്ങ് വരവേറ്റി കൊണ്ടുപോകാനാണ് ഇവൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. കേട്ടപ്പോൾ സൂര്യയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കാണ്, നീ കുറച്ചു നേരം മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ഇന്ദ്രജയോട് ദേഷ്യം പിടിച്ചിട്ട് സൂര്യ ചോദിക്കാണ്ടോ. നീ വാ നന്ദിനി എന്ന് പറഞ്ഞ് സൂര്യ നന്ദിനിയുടെ കൈ പിടിച്ച് കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. അപ്പോഴൊക്കെ പത്മ നന്ദിനിയുടെ മുഖത്ത് നോക്കിയിട്ട് എന്നെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്, ആര് തന്നെ വിളിച്ചാലും നീ ഇവിടെ നിന്നും പോവരുത്, നീ ഇല്ല എന്ന് തന്നെ പറയണം എന്നുള്ള ഭാവത്തിലിട്ടോ. അപ്പോൾ നന്ദിനി പെട്ടെന്ന് പറയാണ്, ഇല്ല ഞാനില്ല എന്ന് പറഞ്ഞപ്പോൾ സൂര്യക്ക് അങ്ങ് ദേഷ്യം പിടിക്കാണ്, നീ വരുന്നുണ്ടോ നന്ദിനി എന്ന് പറഞ്ഞുകൊണ്ട് കൈ പിടിച്ചുകൊണ്ട് നന്ദിനിയെയും പിടിച്ചുകൊണ്ട് ഈ പൂജ നടക്കുന്ന അവിടേക്ക് ചെല്ലുകയാണ്. അങ്ങനെ എല്ലാവർക്കും മുന്നിൽ വെച്ച് സൂര്യ നന്ദിനിയുടെ കഴുത്തിൽ വീണ്ടും താലി കെട്ടുകയാണ് കേട്ടോ. എന്നിട്ട് സൂര്യ ഉമാദേവി അമ്മയുടെ മുന്നിൽ വെച്ച് പറയണ്, ഞങ്ങളുടെ കല്യാണം അത് ഒട്ടും പ്രതീക്ഷിക്കാതെ നന്ദിനി പോലും അറിയാതെയാണ് ഞാൻ പെട്ടെന്ന് നന്ദിനിയുടെ കഴുത്തിൽ താലി കെട്ടിയത്, ഇപ്പോൾ എനിക്ക് വീണ്ടും ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്, നന്ദിനി അറിഞ്ഞുകൊണ്ട് എല്ലാവർക്കും മുന്നിൽ വെച്ച് സന്തോഷത്തോടു കൂടിയാണ് നന്ദിനിയുടെ കഴുത്തിൽ ഞാൻ വീണ്ടും താലി കെട്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നന്ദിനിയുടെ കഴുത്തിൽ സൂര്യ താലി കെട്ടുന്നത്. അപ്പോൾ ഇത് കേട്ട് ഉമാദേവി അമ്മ പറയണ, അത് ശരി, അപ്പോൾ ഇതൊരു സ്പെഷ്യൽ താലികെട്ട് ചടങ്ങ് തന്നെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് നല്ല സന്തോഷത്തോടു കൂടിയാണ് ഉമാദേവി അമ്മ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അപ്പോഴൊക്കെ പത്മയ്ക്ക് ദേഷ്യം പിടിച്ച് പത്മ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കണ്ണുകൊണ്ട്, സമ്മതിക്കരുത്, നീ ഈ താലികെട്ട് ചടങ്ങിന് നീ സമ്മതിക്കരുത് എന്നുള്ള ഭാവത്തിലാണ്. പക്ഷേ നന്ദിനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ സൂര്യ നന്ദിനിയുടെ കഴുത്തിൽ താലി കെട്ടുകയാണ്. അത് ദേഷ്യത്തോടു കൂടി ഇന്ദ്രജയും വിജയനും പത്മയൊക്കെ നോക്കി നിൽക്കുകയാണ്. പത്മയ്ക്കാണെങ്കിലോ കലി അടക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഉമാദേവി അമ്മയുടെ മുന്നിൽ വെച്ച് ഒന്നും പറയാനും കഴിയില്ല. ഒരുപാട് പേര് അവിടേക്ക് ക്ഷണിച്ച് വന്നവരുടെ മുന്നിൽ വെച്ച് ഒന്നും ചെയ്യാൻ കഴിയാതെ പത്മ നിവർത്തിയില്ലാതെ സൂര്യ വീണ്ടും നന്ദിനിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് നോക്കി നിൽക്കേണ്ടി വരികയാണ്. അങ്ങനെ അവിടെ കൂടിയവരും ഉമാദേവി അമ്മയും എല്ലാവരും കൂടി നന്ദിനിക്കും സൂര്യയ്ക്കും ഒക്കെ പൂവുകൾ പ്രശംസയോട് കൂടി എറിഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പത്മയോട് ഇനി ഉമാദേവി അമ്മ പറയാണ്, പത്മ നീയും നന്ദിനിയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, അതെന്താണെന്നുള്ളതൊന്നും ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല, പക്ഷേ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിന്റെ ഭാഗ്യമാണ് ഇങ്ങനെ ഒരു മരുമകളെ നിനക്ക് കിട്ടിയത്, നല്ല ഗുണമുള്ള പെൺകുട്ടിയാണ്, ഇവളെ കൊണ്ട് നിനക്ക് നാളെ നല്ല അഭിമാനമുള്ള കാര്യങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്, ഇവളെ ഓർത്ത് നാളെ നീ അഭിമാനിക്കുന്ന ഒരു ദിവസം വരും, ഞാൻ ഈ പറഞ്ഞത് ഓർത്തു വെച്ചോ എന്നൊക്കെ ഉമാദേവി അമ്മ പറയുമ്പോൾ പത്മയാണെങ്കിൽ അതൊക്കെ ഒരു പുച്ഛഭാവത്തോടു കൂടിയാണ് കേട്ടോണ്ട് നിൽക്കുന്നത്. അതിന് അവള് ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ, ഇവളെ ഞാൻ എന്തായാലും ഇവിടെ നിന്നും ആട്ടി ഓടിക്കും എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഒന്നും പറയാനാവാതെ ഉമാദേവി അമ്മയ്ക്ക് മുന്നിൽ വെച്ച് പത്മ അതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്നത്. നന്ദിനിയോട് ഉമാദേവി അമ്മ പറയണ, നന്ദിനി ഇതുവരെ നിന്റെ ജീവിതത്തിൽ ഉണ്ടായതെല്ലാം തന്നെ നീ മറന്നേക്ക്, ഇനി മുതൽ നിന്റെ ജീവിതത്തിൽ നല്ല കാലം വരികയാണെന്ന് നീ ചിന്തിക്കണം, ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ മറന്ന് നീ സന്തോഷത്തോടു കൂടി ജീവിക്കണം, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഉടനെ തന്നെ വീട് വിട്ട് ഇറങ്ങുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ റൂമിൽ പോയി കഥ കടച്ചിരിക്കുകയല്ല വേണ്ടത്, അതെല്ലാം തന്നെ നീ തരണം ചെയ്ത് വേണം നീ ജീവിക്കാൻ, എന്ത് പ്രശ്നം ജീവിതത്തിൽ വന്നാലും അതെല്ലാം
ധൈര്യത്തോടു കൂടിയും തൻ്റെ ഇടത്തോടു കൂടിയും അതൊക്കെ നേരിടണം. നീ ഒരു നാട്ടുംപുറത്തെ പെൺകുട്ടിയല്ലേ, നാട്ടുംപുറത്തെ പെൺകുട്ടികളൊക്കെ നല്ല ധൈര്യം ഉണ്ടായിരിക്കും. അതുപോലെ നീയും നല്ല ധൈര്യത്തോടു കൂടി എന്തിനേയും ഏതിനേയും പ്രതികരിക്കണം. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ നന്ദിനി? പുഴയ്ക്ക് നന്ദിനി ഒന്നും മിണ്ടാതെ നിൽക്കാണ്. അപ്പോൾ സൂര്യ പറയണ, അങ്ങനെ പറഞ്ഞു കൊടുക്ക് മുത്തശ്ശി, നല്ലോണം പറഞ്ഞു കൊടുക്ക്, എന്നാലെങ്കിലും അവളുടെ തലയിലൊന്ന് കയറുമല്ലോ. എന്നിട്ട് ഉമാദേവി അമ്മ പറയണ, സൂര്യ നീ അതൊക്കെ വിട്ടേക്ക്, ഞാൻ ഇവിടേക്ക് എന്തൊക്കെയോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടാണ് വന്നത്, പക്ഷേ ഇവിടെ എന്തൊക്കെയോ നടന്നു. എന്തായാലും ഞാൻ ഇവിടേക്ക് വന്നതിലും ഈ ചടങ്ങിൽ പങ്കെടുത്തതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നന്ദിനി, നിന്റെ കഴുത്തിൽ വീണ്ടും സൂര്യ താലി കെട്ടിയത് അത് എന്നെന്നും നിലനിൽക്കണം. നീ ദീർഘസുമംഗലിയായി ജീവിക്കണം. എന്നിട്ട് ഉമാദേവി അമ്മ പത്മയോട് പറയണേ, എന്താ പത്മ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്, നിനക്കും സന്തോഷമായില്ലേ? അത് കേട്ടപ്പോൾ സൂര്യ പറയണ, ആ മുത്തശ്ശി, അമ്മയുടെ മുഖം കണ്ടില്ലേ, എന്തൊരു സന്തോഷമാണ്, അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പത്മ ദേഷ്യം പിടിച്ചിട്ട് സൂര്യയെ നോക്കുകയാണ്. അങ്ങനെ ഇനി ഉമാദേവി അമ്മ പത്മയെ മാറ്റി നിർത്തി കുറച്ച് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് നന്ദിനിയെക്കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ പത്മയുടെ തലയിൽ കയറുന്നില്ല. അങ്ങനെ ഉമാദേവി അമ്മ എല്ലാവരോടും സന്തോഷത്തോടു കൂടി യാത്ര പറഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.